വെൽക്കം ടു മൈ ചാനൽ. ഹായ് ഫ്രണ്ട്സ്, രാജ്കോട്ട് മണ്ണിൽ നിന്ന് ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ അത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, നിങ്ങൾക്ക് കാണാൻ ഏറ്റവും ഇഷ്ടം തോന്നിക്കുന്ന ഒരു വീഡിയോ തന്നെ ആവട്ടെ. ഇതാണ് രാജ്കോട്ടിൽ സ്ഥിതി ചെയ്യുന്ന അടൽ സരോവർ പാർക്ക്. സ്മാർട്ട് സിറ്റി മിഷന്റെ കീഴിൽ വികസിപ്പിച്ചെടുത്ത 75 ഏക്കർ വിസ്തൃതിയുള്ള ഒരു ഫ്രൈഡ് പാർക്കും വിനോദ കേന്ദ്രവുമാണ്. നമ്മുടെ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലുള്ള പുനരുജ്ജീവിപ്പിച്ച നഗര തടാകമായ അടൽ സരോവർ. അങ്ങനെയൊരു പാർക്ക് രാജ്കോട്ടിലുണ്ടാകുമ്പോൾ കാണാതിരിക്കാൻ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നേരിട്ട് പോയി വിശേഷങ്ങൾ നിങ്ങളോട് തന്നെ പറയാമെന്ന് കരുതി. കുട്ടികൾക്കെല്ലാം പാർക്കിലോട്ടാണ് പോകുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ അത്ര സന്തോഷം വേറൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ കൗതുകത്തിലാവണം. ഇപ്പം നമ്മൾ പോകുന്നത് അടൽ സരോവറിൻ്റെ മെയിൻ ഗേറ്റിലേക്കുള്ള ഭാഗത്തേക്കാണ്. ഇതാണ് അടൽ സരോവർ പാർക്കിൻ്റെ മെയിൻ ഗേറ്റ്. ഇവിടെ ഒരു പേഴ്സണ് 30 രൂപയെ വരുന്നുള്ളൂ, കുട്ടികൾക്ക് 10 രൂപയും. പാർക്കിംഗ് ഡേയും സീസണും അല്ലാത്തതുകൊണ്ട് തന്നെ ഇന്ന് വളരെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. പറയാതിരിക്കാൻ പറ്റില്ല, അവരുടെ പല നിറത്തിലുള്ള അറേഞ്ച്മെൻറ്റ്സ്, ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാണുമ്പോൾ തന്നെ ജസ്റ്റ് വാ, കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ. പിന്നെ അവിടുത്തെ നീറ്റ്നെസ്, ക്ലീനിങ്, ഇത്ര വൃത്തിക്ക് അവരവിടെ സൂക്ഷിച്ചിരിക്കുന്നതെന്നറിയോ. ഒരു ഇല പോലും പുറത്ത് എവിടെയില്ല. ഞാൻ, അച്ഛൻ, അമ്മ, ഏട്ടൻ, കുട്ടികളായിട്ടാണ് പോയത് കേട്ടോ. മുതിർന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലം കേട്ടോ. നല്ല തണുത്ത കാറ്റ്. ഇവിടെയാണ് ലേസർ ഷോയും മ്യൂസിക്കൽ ഫൗണ്ടൈൻസ് ഒക്കെ വരുന്നത് കേട്ടോ. ആലോചിച്ച് നോക്കി, 25 ഏക്കറിലാണ് അവർ ഈ പാർക്ക് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ബൊട്ടാണിക്കൽ ഗാർഡനൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പല കളറിലുള്ള ചെടികളും റോസാപ്പൂക്കളും എല്ലാം നല്ല ഭംഗിയാണ്. പിന്നെ ഈ കിഡ്സോ, കുട്ടികളുടെ കണ്ണുകൾ ഓടിയെത്തുന്ന സ്ഥലം, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട സ്ഥലം. 3 ഭാഗങ്ങളിലായിട്ടാണ് ഇവിടെ കിഡ്സ് സോൺ സെൻ്ററുകൾ വരുന്നത്. ഒന്ന് യന്ത്രഊഞ്ഞാലുകളൊക്കെയുള്ള ഒരു വലിയ പാർക്ക്, ഒന്ന് ഒരു പേയ്മെൻറ്റും കൂടാതെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ കളിക്കാൻ പറ്റിയ ഒരു സ്ഥലം. എന്നാൽ ഈ പറയുന്ന കിഡ്സ് സോണിൽ അത്യാവശ്യം നല്ല വിലയാണ്. ഒരു 10 മിനിറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് 50 രൂപയാണ് അവർ ഒരു സാധനത്തിൽ കയറാൻ വേണ്ടിയിട്ട് പറയുന്നത്. പക്ഷെ എൻ്റെ മെയിൻ നോട്ടം എപ്പോഴും തടാകത്തിലേക്കായിരുന്നു കേട്ടോ. അത് കാണാൻ ഒരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നു. മുതിർന്നവർക്ക് വേണ്ടിയിട്ട് വാക്കിങ്ങിനും ജോഗിങ്ങിനും എല്ലാമുള്ള സ്ഥലം അവരിത് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. ലേസർ ഷോ തുടങ്ങാനുള്ള സമയമായിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി അത് കാണാനുള്ള തയ്യാറെടുപ്പിലാണ്. ഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കള വംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ. ഏതായാലും നിങ്ങൾക്ക് 30 രൂപയ്ക്ക് ഒരു നഷ്ടമില്ല കേട്ടോ. ധൈര്യമായിട്ട് പോയിട്ട് കണ്ടുവരാം കേട്ടോ. ഈ പാർക്കിൻ്റെ പ്രവർത്തന ടൈം എന്ന് പറയുന്നത് വൈകുന്നേരം 4 മണി മുതൽ 11 മണി വരെയാണ്. പറയാതിരിക്കാൻ വയ്യ കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയോ. കളർഫുൾ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്, ഡാൻസ്, മ്യൂസിക്, ട്രെയിൻ ട്രാവൽ. ഇതാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട്. ഫുഡ് കോർട്ടിലെ ഫുഡിൻ്റെ കാര്യത്തിൽ പറയാതിരിക്കാൻ വയ്യ, ഒടുക്കത്തെ വിലയായിരുന്നു. ഇതിനൊക്കെ 50 രൂപ, പുറത്തതിനെല്ലാം 20 രൂപയാണ്. രാജ്കോട്ടിലൊരു പ്രത്യേകത ഉണ്ട്, ഭക്ഷണത്തിനും ലൈഫ് എൻജോയ്മെൻ്റ് ചെയ്യണം. അവർ കഴിഞ്ഞിട്ടുണ്ടോ ആൾക്കാർ. അവരെല്ലാ ആഘോഷങ്ങളും ആസ്വദിക്കാനും ആഘോഷിക്കാനും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കാണാൻ ബാക്കിയുള്ളവർക്കും ഇഷ്ടമാണ്. നവരാത്രി, എല്ലാ ഉത്സവങ്ങളും അവർ എത്ര മനോഹരമായിട്ടാണ് ആഘോഷിക്കാൻ പറ്റുന്നത്. ഇതേപോലെ ഈ ഓപ്പൺ എയർ ടെറസിൽ നടക്കുന്ന ഡാൻസുകൾ കണ്ടില്ലേ, എത്ര പേരാ നോക്കി. ഭക്ഷണത്തിൻ്റെ അവിടെ. അങ്ങനെ ഈ ഒരു കാഴ്ച ഇവിടെ അവസാനിക്കുകയായി. വീണ്ടും പുതിയ വിശേഷങ്ങളുമായിട്ട് വരാം. ബൈ.